ഹായ്, വാട്സപ്പ് ഉപയോഗിക്കുന്നത് നമ്മൾ എല്ലാവരും കരുതിയിരിക്കുന്നതാണ് വാട്സപ്പ് വളരെ സുരക്ഷിതമാണെന്നല്ലേ. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് 2-3 സെറ്റിംഗ്സുകൾ ചെയ്ത് വെക്കാനുണ്ട്. അതും കൂടി ചെയ്തു വെച്ചാൽ മാത്രമേ വാട്സപ്പ് ഫുൾ സുരക്ഷിതമാവുള്ളൂ. ഞാൻ പറയുന്നതല്ല, വാട്സപ്പ് തന്നെ പറയുന്നതാണ്. എന്താണ് സെറ്റിംഗ്സ് എന്ന് കാണിച്ചു തരാം. നിങ്ങൾ ആരെങ്കിലും ഇത് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. വാട്സപ്പിൽ നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. നമുക്ക് വാട്സപ്പിൽ നമ്മുടെ വാട്സപ്പ് ചാറ്റുകൾ കാര്യങ്ങളൊക്കെ വളരെ സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് പലപ്പോഴും ലീക്ക് ആവാനുള്ള ഒരു കാര്യം വാട്സപ്പ് തന്നെ ഉണ്ട്. അപ്പൊ അതിനായി നമുക്ക് 1-2 സെറ്റിംഗ്സുകൾ ചെയ്ത് വെക്കാനുണ്ട്. നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ പ്രൊഫൈലുകൾ നമുക്ക് ഇവിടെ കാണണം. അതിലൊക്കെ ചാറ്റുകൾ ഉണ്ടാവും. ഇതൊക്കെ ലീക്ക് ആവാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാത്രമല്ല നമ്മുടെ ചാറ്റ്സുകൾ, അതുപോലെ തന്നെ ഇവിടെ കോളുകൾ, ഇതൊക്കെ ലീക്ക് ആവാതിരിക്കാനും നമുക്ക് പരസ്യങ്ങൾ, അതുപോലെ അൺവാണ്ടഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് വരാതിരിക്കാൻ, പല ലിങ്കുകൾ വരാതിരിക്കാനൊക്കെ ഓപ്ഷൻസ് നമുക്ക് ഇതിലുണ്ട്. നമുക്ക് ഏറ്റവും മുകളിൽ ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റിംഗ്സ് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നില്ലേ, സെറ്റിംഗ്സ്. ആ സെറ്റിംഗ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ആ സെറ്റിംഗ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. എല്ലാവരും കറക്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യണമെങ്കിൽ. സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ താഴെ നമുക്ക് ഇവിടെ പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ആ പ്രൈവസിയിൽ ക്ലിക്ക് ചെയ്യാം. പ്രൈവസിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് പ്രൈവസി ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ അതിൽ താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വരുമ്പോൾ ഏറ്റവും താഴേക്കായിട്ട് ഒരു ഓപ്ഷൻസ് വരുന്നുണ്ട്. ഈ ഓപ്ഷനിലാണ് നമുക്ക് എല്ലാവിധ സെക്യൂരിറ്റികളും വാട്സപ്പ് നമുക്ക് തരുന്നത്. അത് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം, അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണ്. അത് അഡ്വാൻസ്ഡ്. ആ അഡ്വാൻസ്ഡ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ അഡ്വാൻസ് എന്ന് കാണിക്കുന്നുണ്ട്. അതിന്റെ തൊട്ട് താഴായിട്ട് ബ്ലോക്ക് അൺനോൺ കണ്ടില്ലേ, ബ്ലോക്ക് അൺനോൺ അക്കൗണ്ട് മെസ്സേജസ് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നില്ലേ. അവിടെ നമ്മൾക്കോട് പറയുന്നത് നമുക്ക് പല ആളുകളും, നമ്മൾ അറിയാത്ത പല ആളുകളും നമുക്ക് മെസ്സേജ് അയക്കുന്ന കാര്യങ്ങൾ വരുന്നുണ്ട്. അൺനോൺ നമ്പേഴ്സ് നമുക്ക് മെസ്സേജുകൾ വരുന്നുണ്ട്. അതൊക്കെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിർബന്ധമായിട്ടും അത് എന്ത് ചെയ്യണം, അതൊന്ന് ഓൺ ചെയ്ത് വെക്കണം. ഇതാണ് ഫസ്റ്റ് കാര്യം നമ്മൾ ചെയ്യാനുള്ളത്. രണ്ടാമത്തത് പ്രൊട്ടക്ട് IP അഡ്രസ് ഇൻ കോൾസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് നമുക്ക് നമ്മുടെ കോൾസുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ലൊക്കേഷൻ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പല ആളുകളും ട്രാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പ്രൊട്ടക്ട് IP അഡ്രസ് ഇൻ കോൾസ് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞാൽ മൂന്നാമത്തത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് കറക്റ്റ് മനസ്സിലാക്കുക. ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മൾ എനേബിൾ ചെയ്ത് വെക്കണം. കാരണം നമ്മുടെ IP അഡ്രസ് കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ നിന്ന് പല വെബ്സൈറ്റുകളെ വഴിയൊക്കെ നമുക്ക് അയക്കുന്ന കാര്യങ്ങൾ അതുവഴി ആ ലിങ്കുകൾ വഴി പലരും ചോർത്തി കൊണ്ടുപോകുന്ന പ്രശ്നങ്ങളൊക്കെ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതൊന്ന് എനേബിൾ ചെയ്ത് വെക്കണം. പക്ഷെ ഇത് എനേബിൾ ചെയ്ത് വെക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇത് എനേബിൾ ആണെങ്കിൽ, ഇത് പലർക്കും പറ്റിയൊരു മിസ്റ്റേക്ക് ആണ്, ഇത് എനേബിൾ ആണെങ്കിൽ ഒരു പ്രശ്നം വരുന്നുണ്ട്. അതായത് നമ്മൾ പലപ്പോഴും യൂട്യൂബിൽ വീഡിയോ കാണുന്ന സമയത്ത്, ഞാൻ എൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, യൂട്യൂബിൽ വീഡിയോ കാണുന്ന സമയത്ത് ഈ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുക. ഞാൻ ഷെയർ ചെയ്യുന്ന എങ്ങനെയാണ്, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് ഇവിടെ നമുക്ക് കോപ്പി ലിങ്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ നേരെ വാട്സപ്പിലേക്ക് തന്നെ എന്ത് ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു ഫ്രണ്ടിന് ഇതേപോലെ നമ്മൾ ലിങ്ക് അയക്കുകയാണെന്ന് വിചാരിക്കുക. ഞാൻ ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യാണ്. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇവിടെ ലിങ്ക് മാത്രമേ വരുന്നുള്ളൂ. അതായത് അതിന്റെ മുകളിൽ ഒരു തംബ്നെയിൽ കാണിക്കുന്നില്ല. അപ്പൊ ആളുകൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആണ്. വെറും ലിങ്ക് മാത്രമേ ഉള്ളൂ, എന്താണ് മുകളിൽ ആ തംബ്നെയിൽ, ആ വീഡിയോനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ഫോട്ടോ കാര്യങ്ങളൊന്നും അതിൽ വരില്ല. അതാണ് ലിങ്ക് പ്രിവ്യൂ ഓൺ ചെയ്താലുള്ള പ്രശ്നം. അത് ഓഫ് ചെയ്തിട്ട് നമുക്കത് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് ഞാൻ കാണിച്ചിട്ട് അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇത് പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതൊരു സെക്യൂരിറ്റി പരമായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ഈ ഒരു പ്രശ്നം ഇതിൽ വരുന്നുണ്ട്. ഇപ്പൊ ഞാനിതൊന്ന് ഡിസേബിൾ ചെയ്യാണ്. ലിങ്ക് പ്രിവ്യൂ ഒന്ന് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ ഞാൻ ഒന്നുകൂടി ആ ഒരു ലിങ്ക്, വീഡിയോയുടെ ലിങ്ക് ഞാൻ പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഞാനിവിടെ പേസ്റ്റ് ചെയ്തു. പേസ്റ്റ് ചെയ്ത സമയത്ത് കണ്ടില്ലേ, കറക്റ്റ് ആയിട്ട് എന്ത് വരുന്നുണ്ട്, ആ ഒരു തംബ്നെയിൽ മുകളിൽ വരുന്നുണ്ട്. കൃത്യമായിട്ട് നമ്മൾ അയക്കുന്ന ഫ്രണ്ടിന് കാര്യം മനസ്സിലാവും എന്താണ് നമ്മൾ വീഡിയോ അയച്ചത് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അത് എനേബിൾ ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനത്തെ ലിങ്കുകളൊക്കെ അയക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് ഡിസേബിൾ ചെയ്യുന്നതാണ് നല്ലത്. അടുത്തതായിട്ടുള്ളൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ഓപ്ഷൻ ഏറ്റവും ലേറ്റസ്റ്റ് വന്നാണ് സീക്രട്ട് അക്കൗണ്ട് സെറ്റിംഗ്സ് പറയുക. സ്ട്രിക്റ്റ് അക്കൗണ്ട് സെറ്റിംഗ്സ്, അതായത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു പറ്റുന്ന ഒരു സെറ്റിംഗ്സ് ആണിത്. അതായത് വളരെ വലിയ വലിയ ബിസിനസ്സുകാർ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ അങ്ങനെയുള്ള വലിയ വലിയ ആളുകൾ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചാറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഇത് എനേബിൾ ചെയ്യുന്നതല്ല. പക്ഷെ അത് ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറെ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മീഡിയ അറ്റാച്ച്മെന്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കുറെ ടൈപ്പ് സെറ്റിംഗ്സുകളൊക്കെ ഇതിൽ വർക്ക് ആവില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അതേമാതിരി ഇത് ടേൺ ഓഫ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പല സ്ട്രിക്റ്റ് ആയിട്ടുള്ള പല കണ്ടന്റുകൾ കാര്യങ്ങളൊക്കെ അവർ വളരെ ശ്രദ്ധിച്ചിട്ടേ നമുക്ക് അയക്കുള്ളൂ എന്നും പറയുന്നു.